ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഇത്തവണ എംപിമാർ തമ്മിലുള്ള പോരാട്ടം. രാജ്യസഭ എംപിയായ എൽഡിഎഫ് സ്ഥാനാർത്ഥി എളമരം കരീമിനെ നേരിടുന്നത് മണ്ഡലത്തിലെ നിലവിലെ എംപി കെ രാഘവനാണ്. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗമായ എളമരം കരീമിന് മണ്ഡലത്തിലുള്ള പരിചയവും രാജ്യസഭയിലെ മികവും തുണയാകുമെന്ന് എൽഡിഎഫ് പ്രതീക്ഷ. എളമരം കരീമിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോ നടന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തൃശൂരിൽ നിന്നും കോഴിക്കോട്ടെത്തിയ എളമരം കരീമിന് റെയിൽവേ സ്റ്റേഷനിൽ വലിയ സ്വീകരണമാണ് എൽഡിഎഫ് പ്രവർത്തകർ നൽകിയത്. മുതലക്കുളം വരെ റോഡ് ഷോ. സ്വാഗതം സഖാവേ, സ്വാഗതം. ഈ കേരളത്തിന്റെ അജയ്യമായ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ ഉയർത്താൻ സഖാവിനെ ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത തിരിച്ചുപിടിക്കുകയാണ് ആ ലക്ഷ്യം മുന്നിൽ വെച്ചാണ് എളമരം കരീമിനെ കോഴിക്കോട് സ്ഥാനാർത്ഥിയാക്കുന്നത്. നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നോക്കിയാൽ എൽഡിഎഫിന് വലിയ ഭൂരിപക്ഷമുണ്ട് കോഴിക്കോട്. പക്ഷേ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനോട് പരാജയമാണ് ഫലം. എന്നാൽ ഇത്തവണ എൽഡിഎഫ് വലിയ വിജയം നേടുമെന്ന് എളമരം കരീം പറഞ്ഞു. രാഷ്ട്രീയ നയത്തിൽ എൽഡിഎഫ് ഉയർത്തിപ്പിടിക്കുന്ന തിളക്കമാർന്ന നയത്തോട് മത്സരിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്കോ ബിജെപിക്കോ സാധ്യമല്ല. ബിജെപി തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാം എന്ന അബദ്ധധാരണയുമായിട്ടാണ് കോൺഗ്രസ് നടക്കുന്നത്. അതുകൊണ്ട് ആ രണ്ടു കൂട്ടരുടെയും ആപൽക്കരമായ നയങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിലും മണ്ഡലത്തിൽ എം കെ രാഘവന് വേണ്ടിയുള്ള പ്രചാരണവും സജീവമാണ്. സഞ്ജു പൊറ്റമലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.